ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂനേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ 4th യൂണിറ്റ് ആയിട്ടുള്ള ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ദ സ്റ്റോൺ സൂപ്പ് എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിന്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ മക്കളെ, ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്തെങ്ങനെ പറഞ്ഞാൽ അർത്ഥം? ഡിലൈറ്റ്ഫുൾ എന്ന് വെച്ചാൽ ആഹ്ലാദകരമായ, സന്തോഷം തരുന്ന എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. ബൈറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഓരോ കഷ്ണങ്ങൾ അല്ലെങ്കിൽ കടികൾ എന്നൊക്കെ പറയില്ലേ. കടി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബൈറ്റ്, ഒരു കഷ്ണത്തിനാണ്, ഒരു കഷ്ണം കടിക്കുന്നതിനാണ് നമ്മളൊരു ബൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത സംതിങ് ആണ്. കണ്ടോ, നമുക്ക് യൂണിറ്റ് തുടങ്ങുന്ന സമയത്തും പിക്ചർ കണ്ടാൽ നമുക്ക് കാര്യം മനസ്സിലാവും. നോക്കൂ, ഒരുപാട് ഫുഡ് ഐറ്റംസ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്, ഡൈനിങ് ടേബിളിലുണ്ട്. ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടി മാത്രം കഴിക്കുന്നില്ല. ആ കുട്ടി സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഓർത്തുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിന് താഴെ ജെയിംസ് ബേർഡിന്റെ ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്, റീഡ് ചെയ്ത് നോക്കൂ. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്, എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട്, നമ്മളുടെ എല്ലാവരുടെയും പൊതുവായ ഒരു ഇടമാണ് ഫുഡ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴാണല്ലേ ആ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫുഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കോമൺ ഒരു ഗ്രൗണ്ട് ആണ്. യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്, അത് മാത്രമല്ല എന്താണ്, ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആണ്. അതായത് എല്ലാവർക്കും, യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ അറിയാലോ, സാർവത്രികമായ, മുഴുവനായിട്ടുമുള്ള, ലോകം മുഴുവനായുമുള്ള എന്താണ്, ഒരു എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ് എന്നാണ് പറയുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നത് മുന്നേ ആയിട്ട് ദ ഡോർവേ ഉണ്ട്. അതെന്താ നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നോക്കൂ. ഒരു കുട്ടി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വീട്ടുമുറ്റത്ത് മറ്റൊരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി വന്നത് നോക്കാതെ ഈ കുട്ടി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനല്ലേ. അതിന് താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ 1, വാട്ട് ഈസ് ദ ഗേൾ ഡൂയിങ്? ആ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്? ദ ഗേൾ ഈസ് സിറ്റിംഗ് അറ്റ് ദ ഡൈനിങ് ടേബിൾ ആൻഡ് ഈറ്റിംഗ് ഹർ ഫുഡ്. അവള് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് അവളുടെ ഭക്ഷണം കഴിക്കുകയാണ്. ക്വസ്റ്റ്യൻ 2, വാട്ട് വിൽ യു ഡു ഇഫ് സംവൺ കംസ് ടു യുവർ ഹൗസ് വൈൽ യു ആർ ഹാവിംഗ് യുവർ ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ വന്നാല്, ഗസ്റ്റോ അങ്ങനെ ആരെങ്കിലും ഒരാൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഐ വുഡ് ഫസ്റ്റ് ഗ്രീറ്റ് ദം ആൻഡ് ദെൻ ഐ ഇൻവൈറ്റ് ദം ടു സിറ്റ് ഡൗൺ. ഐ വുഡ് ആസ്ക് ദം ടു വെയിറ്റ് ഫോർ എ വൈൽ until I finish my food. If it is a close friend or relative, I might invite them to join me. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ആദ്യം അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യും. അതായത് അവരെ ഗുഡ് മോർണിംഗ്, എന്താ വെച്ചാൽ ഹായ് സുഖല്ലേ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യും. പിന്നെ അവരോട് കുറച്ച് സമയം ഇരിക്കട്ടോ, ഞാൻ ഇപ്പോൾ ഭക്ഷണം ഫുള്ളാക്കിയിട്ട് വരാമെന്ന് പറയും. ഇനി അതല്ല, നമുക്ക് നല്ല പരിചയമുള്ള റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ആണെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വിളിച്ചിരുത്തും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറ്. ഹിയർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഇവിടെ നമുക്കൊരു കഥയാണ് പഠിക്കാനുള്ളത്, ഒരു സൂപ്പിനെ കുറിച്ച്. ഒരു സൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കിപ്പോ കോമൺ ആണല്ലേ, കുറച്ച് വെജിറ്റബിൾസും ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പല സൂപ്പ് ഉണ്ട് കേട്ടോ. ചിക്കൻ സൂപ്പ്, ബീഫ് സൂപ്പ്, വെജ് സൂപ്പ്, എഗ് സൂപ്പ്, പിന്നെ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഉണ്ടാവുമായിരിക്കും അതില്, അതുപോലെ നമ്മുടെ കറി പോലെ. ഓക്കെ, അതാണല്ലേ സൂപ്പ്. ദ സ്റ്റോൺ സൂപ്പ്. സ്റ്റോൺ എന്ന് വെച്ചാൽ എന്താ മക്കളെ? കല്ല്. കല്ല് കൊണ്ടുള്ള ഒരു സൂപ്പിന്റെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ജേർണി. ജേർണി എന്ന് വെച്ചാൽ അറിയാലോ, യാത്ര. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. അതൊരു ചൂടും വെയിലും നിറഞ്ഞ ദിവസമായിരുന്നു. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ഒരു അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു യാത്രക്കാരൻ ഒരു വില്ലേജിലെത്തി. ഹി വാസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. അദ്ദേഹം വിശന്നിട്ട് ആകെ തളർന്നിരുന്നു. എക്സോസ്റ്റഡ് എന്ന് വെച്ചാൽ ടയേർഡ് എന്നുള്ള മീനിങ് കേട്ടോ. ദ സ്ട്രീറ്റ്സ് വർ എംപ്റ്റി. ആ തെരുവുകളൊക്കെ എന്തായിരുന്നു? എംപ്റ്റി ആയിരുന്നു, കാലിയായിരുന്നു, ശൂന്യമായിരുന്നു. എവ്രി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. അവിടെയുള്ള എല്ലാ വീടുകളുടെയും ജനലുകളും വാതിലുകളൊക്കെ അടച്ചിട്ടിട്ടായിരുന്നു. ദ വില്ലേജ് സീം ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. ആ വില്ലേജ് കണ്ടാൽ തന്നെ എന്തിനു തോന്നും? അൺഫ്രണ്ട്ലി പ്ലേസ് ആണ്. അതായത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സൗഹൃദമൊന്നും സൂക്ഷിക്കാത്ത, സൗഹൃദങ്ങളൊന്നും ഇല്ലാത്ത, വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കാര്യം മാത്രം നോക്കി പോകുന്ന ആളുകളുള്ള ഒരു വില്ലേജ് ആയിരുന്നു. ദ ഹോപ്പ്. ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷ.
അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മോൾ കോട്ടേജ്. അങ്ങനെ അവസാനം നടന്ന് നടന്ന് അദ്ദേഹം ഒരു ചെറിയ കോട്ടേജിലെത്തി. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ. അദ്ദേഹം കതകിന് മുട്ടി. An old woman peeked out and opened the door. ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ ആ ഡോറിലൂടെ എത്തി നോക്കിയിട്ട് കതക് തുറന്നു. Who are you? she asked. നിങ്ങൾ ആരാ? ആ സ്ത്രീ ചോദിച്ചു. I am a traveler and I am very hungry, he said. ഞാനൊരു യാത്രക്കാരനാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞു. Would you please give me something to eat? എനിക്ക് നിങ്ങൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹം. Oh, we are all very poor, the woman said. ഞങ്ങൾ എല്ലാവരും പാവങ്ങളാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് തന്നെ കഴിക്കാനുള്ളതില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽസ്. ഞങ്ങൾക്ക് തന്നെ കഴിക്കാനുള്ള ഫുഡ് ഇല്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. ആൻഡ് ഷീ ക്ലോസ് ദ ഡോർ. എന്നിട്ട് അവള് എന്ത് ചെയ്തു? ആ സ്ത്രീ, വയസ്സായ സ്ത്രീ, അവരെന്ത് ചെയ്തു? ആ ഡോറ് അടച്ചു. ഇനി അതിന് താഴെ രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നോക്കൂ. ക്വസ്റ്റ്യൻ 1, വൈ ഡിഡ് ദ ഓൾഡ് വുമൺ റിഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? ആ പ്രായമായുള്ള സ്ത്രീ ആ ട്രാവലറിന് ഫുഡ് ഷെയർ ചെയ്യാൻ എന്തുകൊണ്ടാണ് റിഫ്യൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ് മടിച്ചത്? Because she and her family were very poor and did not have enough food for themselves. കാരണം ആ സ്ത്രീയും അവരുടെ കുടുംബവും പാവപ്പെട്ടവരായിരുന്നു. അവർക്ക് വേണ്ട ഭക്ഷണം തന്നെ ഇല്ലായിരുന്നു. Question 2, do you agree with what she did? നിങ്ങൾ ആ സ്ത്രീ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് എഴുതാം, യോജിക്കുന്നില്ലെങ്കിൽ നോ എന്ന് എഴുതാം. ഞാൻ നോ എന്നാണ് എഴുതിയിട്ടുള്ളത്. ബിക്കോസ് എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്ര കുറച്ചാണെങ്കിലും മറ്റൊരാൾ വിശന്ന് വരുമ്പോൾ നമ്മൾ ഉള്ള ഭക്ഷണം അവരുമായിട്ട് ഷെയർ ചെയ്യാനാണ് പഠിക്കേണ്ടത്. The soup stone. The traveler picked up a round stone from his bag and knocked again. ആ ട്രാവലർ, ആ യാത്രക്കാരൻ പിന്നെ ഒരു വട്ടത്തിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കല്ലെടുത്തു. തന്റെ ബാഗിൽ നിന്ന് ഒരു സ്റ്റോൺ എടുത്തിട്ട് വീണ്ടും ആ കതകിന് മുട്ടി. ദ ഓൾഡ് വുമൻ ഓപ്പൺ ദ ഡോർ. അപ്പൊ വീണ്ടും ആ പ്രായമായ സ്ത്രീ കതക് തുറന്നു. വാട്ട് നൗ? ഇനി എന്താ? ഷി ആസ്ക്ഡ്, ഫീലിംഗ് ഇറിറ്റേറ്റഡ്. ദേഷ്യത്തോട് കൂടിയിട്ട് ചോദിച്ചു. ഇനി എന്താ എന്ന് ചോദിച്ചു. വീണ്ടും മുട്ടിയപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഐ എം ഗോയിങ് ടു മേക്ക് സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ അനൗൺസ്ഡ്. ഇറ്റ് ഈസ് ഡെലീഷ്യസ്. ഇപ്പം എന്ത് പറഞ്ഞു? ഞാൻ ഈ കല്ല് കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഡെലീഷ്യസ് എന്ന് വെച്ചാൽ ഭയങ്കര രുചികരമായിട്ടുള്ള ഒരു സംഭവമാണ്. സ്റ്റോൺ സൂപ്പ്. ഇപ്പോൾ സ്റ്റോൺ ഇട്ട് സൂപ്പോ? അപ്പൊ എന്തായി അവർക്ക്? ഒരു ഇതായില്ലേ, കല്ലുകൊണ്ട് ആരെങ്കിലും സൂപ്പൊക്കെ ഉണ്ടാക്കുമോ? സ്റ്റോൺ സൂപ്പ്. ദ വുമൺ ഗിഗിൾഡ്. ആ സ്ത്രീ പൊട്ടിച്ചിരിച്ചു. ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? നിങ്ങൾക്കൊരു കല്ല് വെച്ച് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും? ഓ യെസ് ഐ ക്യാൻ. തീർച്ചയായിട്ടും എനിക്കതിന് പറ്റും. ദ ട്രാവലർ സെഡ്. ഹി ലുക്ക്ഡ് സോ കോൺഫിഡൻറ്റ്. അദ്ദേഹം വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് അത് പറഞ്ഞത്. ദ വുമൺ ദാറ്റ് ഹിം ഇൻ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഒക്കെ കണ്ടപ്പോൾ ആ സ്ത്രീ വാതിൽ തുറന്നു കൊടുത്ത് അവരോട് അകത്തേക്ക് കയറാനായിട്ട് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് നോക്കൂ. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ഗിഗിൾഡ്? ആ സ്ത്രീ, പ്രായമായ സ്ത്രീ എന്ത് കേട്ടപ്പോഴാണ് ചിരിച്ചത്? എന്തിനാണ് ചിരിച്ചത്? ബിക്കോസ് ഷീ ഫൗണ്ട് ദ ഐഡിയ ഓഫ് മേക്കിംഗ് സൂപ്പ് ഫ്രം എ സ്റ്റോൺ ടു ബി അൺബിലീവബിൾ. കാരണം എന്താണ്? സ്റ്റോൺ ഇട്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ പൊട്ടിച്ചിരിച്ചത്. ക്വസ്റ്റ്യൻ 2, വൈ ഡിഡ് ദ ഓൾഡ് വുമൻ ലെറ്റ് ദ ട്രാവലർ ഇൻ? ആ സ്ത്രീ ആ ട്രാവലറെ അകത്തേക്ക് ക്ഷണിച്ചു, അകത്തേക്ക് കയറാനായിട്ട് പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു? പിന്നീട് എന്തുകൊണ്ടാണ് അത് പറയാനിടയായത്? ബിക്കോസ് ഷീ വാസ് വോണ്ടഡ് ടു സീ ഇഫ് ഹി കുഡ് ആക്ച്വലി മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ. കാരണം അദ്ദേഹത്തിന് സ്റ്റോൺ വെച്ചിട്ട് ശരിക്കും സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ അകത്തേക്ക് കയറിയത്. ദ ഡെലീഷ്യസ് ഡിഷ്. ഫിൽ ദ പോട്ട് വിത്ത് വാട്ടർ, പുട്ട് ഇറ്റ് ഓൺ ദ ഫയർ, സെഡ് ദ യങ് ട്രാവലർ. ട്രാവലർ സ്ത്രീയോട് എന്ത് പറഞ്ഞു? ആ കുടം നിറയെ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് അത് തീയിൽ വെക്കൂ, അടുപ്പത്ത് വെക്കൂ എന്ന് പറഞ്ഞു. ദ ഓൾഡ് വുമൻ ഡിഡ് സോ. അതുപോലെ പറഞ്ഞതുപോലെ ആ സ്ത്രീ ചെയ്തു. സൂൺ ദ വാട്ടർ ബിഗാൻ ടു ബബിൾ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങി? ബബിൾ ചെയ്യാൻ തുടങ്ങി, അതായത് തിളയ്ക്കാനായിട്ട് തുടങ്ങി. ദ ട്രാവലർ വാഷ് ദ ബിഗ് റൗണ്ട് സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട്. അപ്പോൾ ഈ ട്രാവലർ ആ നല്ല വട്ടത്തിലുള്ള ആ കല്ലെടുത്തിട്ട് എന്ത് ചെയ്തു? ആ പോട്ടിലിട്ടു, ആ കുടത്തിലിട്ടു. ഹി സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സൂപ്പ് ഇങ്ങനെ വട്ടത്തിൽ ഇളക്കി കൊടുക്കാനായിട്ട്, സ്റ്റിർ ചെയ്യാന്ന് വെച്ചാൽ ഇളക്കാട്ടോ, ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങി. ആസ് ഹി സ്റ്റിഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചെറിയ മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു. ദെൻ ഹി ടേസ്റ്റഡ് ഇറ്റ് ആൻഡ് സെഡ്. എന്നിട്ട് അതൊന്ന് രുചിച്ച് നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി ബട്ട് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് എ ബിറ്റ് ഓഫ് ബട്ടർ വുഡ് മേക്ക് ഇറ്റ് ബെറ്റർ. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഉപ്പും കുറച്ച് ബട്ടറും ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ എന്താവും? ബെറ്റർ ആവും, കുറച്ചുകൂടെ ടേസ്റ്റി ആവും. ദ ഓൾഡ് വുമൻ ഹാഡ് സം സോൾട്ട് ആൻഡ് ബട്ടർ സോ ഷീ ആഡഡ് ദം ടു ദ പോട്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ കയ്യിൽ കുറച്ച് സോൾട്ടും ബട്ടറും ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഈ പോട്ടിലേക്ക് അത് ഇട്ട് കൊടുത്തു.
ക്വസ്റ്റ്യൻ നോക്കൂ. ക്യാൻ ദ യങ് ട്രാവലർ റിയലി മേക്ക് സൂപ്പ് വിത്ത് ബട്ടർ, സോൾട്ട് ആൻഡ് സ്റ്റോൺ? ശരിക്കും ഈ ട്രാവലറിന് കല്ലും ബട്ടറും സോൾട്ടും വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? മേ ബി. ലെറ്റ്സ് ചെക്ക്. ചിലപ്പോൾ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാം. ദ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ വിഭവങ്ങൾ, നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പാചകത്തിന് ചേർത്ത് കൊടുക്കുന്ന വിഭവങ്ങൾ. ഈസ് ദ സൂപ്പ് റെഡി ആസ് ദ ഓൾഡ് വുമൺ? ഇപ്പൊ സൂപ്പ് റെഡി ആയോ എന്ന് ആ സ്ത്രീ ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ് സെഡ് ദ യങ് ട്രാവലർ. ഇല്ല, ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ്. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ, ബട്ട് an onion or two would make it tastier. ഇത് ശരിക്കും നല്ല ഡെലീഷ്യസ് ആണ്, നല്ല രുചികരമാണ്, നല്ല സ്വാദിഷ്ടമാണ്. പക്ഷെ എന്താണ്, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിലും അധികമാണ് ഇതിന്റെ രുചി. പക്ഷെ എന്താണ്, ഒരു ഒരു ഒന്നോ രണ്ടോ ഉള്ളി ഒനിയനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇത് ടേസ്റ്റ് ഉണ്ടാവും. The old woman sliced some onions and added them into the pot with the soup stock. എന്നിട്ട് എന്ത് ചെയ്തു, അത് കേട്ടപ്പോൾ ആ സ്ത്രീ ഒരു രണ്ട് ഉള്ളി എടുത്തിട്ട്, ഒനിയൻ എടുത്തിട്ട് എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് അതും ഈ പോട്ടിലേക്ക് ഇട്ടു, സൂപ്പിലേക്ക് ഇട്ടു. The aroma spread out through the window, drawing the attention of a neighbor. അതിന്റെ അരോമ, അതിന്റെ നല്ല മനോഹരമായിട്ടുള്ള, നല്ല വായിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലുള്ള സുഗന്ധം അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തു. കാറ്റിൽ സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു നെയ്ബർക്ക് എന്തിട്ടി, ഈ സുഗന്ധം കിട്ടിയപ്പോൾ, ഈ അരോമ കിട്ടിയപ്പോൾ എന്തായി, അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇതിലേക്കായി. വാട്ട് ആർ യു കുക്കിംഗ്? ഹി ആസ്ക്ഡ്. നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത് എന്ന് അയാൾ ചോദിച്ചു. സ്റ്റോൺ സൂപ്പ്, ദ ട്രാവലർ സെഡ്. ഞാൻ കല്ല് കൊണ്ട് സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. യെസ്, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സൂപ്പ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ്? ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൂപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. യെസ്, ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്, ദ നെയ്ബർ റിപ്ലൈഡ്. അതെ, എന്റെ കയ്യിൽ കുറച്ച് ടേണിപ്സും ബീൻസും ഉണ്ട്. രണ്ട് വെജിറ്റബിൾസ് ആണ്. ടേണിപ്സും ബീൻസും ഉണ്ട് എന്ന് നെയ്ബർ പറഞ്ഞു. ഹി റാൻ ഹോം, brought them and added to the pot. അദ്ദേഹം ഓടിപ്പോയിട്ട് വീട്ടിൽ പോയി ആ ടേണിപ്പും കുറച്ച് ബീൻസും എടുത്തു കൊണ്ടുവന്നിട്ട് അത് ചോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതും ഈ പോട്ടിലേക്ക് ഇട്ടു. ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ 1. വൈ ഡിഡ് ദ നെയ്ബർ കം ടു ദ വുമൻസ് ഹൗസ്? അയൽവാസി നെയ്ബർ എന്തുകൊണ്ടാണ് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നത്? ബിക്കോസ് ഹി സ്മെൽ ദ അരോമ ഓഫ് ദ സൂപ്പ് ആൻഡ് വാസ് ക്യൂരിയസ് അബൌട്ട് വാട്ട് ഷി വാസ് കുക്കിംഗ്. കാരണം അദ്ദേഹത്തിന് ആ സൂപ്പിന്റെ നല്ല സ്മെല്ല് കിട്ടി. അപ്പൊ എന്താണ് അവിടെ കുക്ക് ചെയ്യുന്നത്, അവിടെ എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ആകാംക്ഷയുണ്ട്. അത് ചോദിക്കാനാണ് അദ്ദേഹം വന്നത്. ക്വസ്റ്റ്യൻ 2. വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ? ഇനി ഈ സൂപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരുന്നു? ദ ലേഡി ആഡഡ് സം ഓണിയൻസ് ആൻഡ് ദ നെയ്ബർ ആഡഡ് ടേണിപ്സ് ആൻഡ് ബീൻസ് ടു ദ സൂപ്പ്. നമ്മുടെ ലേഡി കുറച്ച് ഉള്ളിയും അതുപോലെ നെയ്ബർ കുറച്ച് ടേണിപ്സും ബീൻസും ആണ് ആഡ് ചെയ്തത്. ദ ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ ആകാംക്ഷ. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ, നാട്ടുകാരൊക്കെ, ആ വില്ലേജിലുണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഈ സ്റ്റോൺ സൂപ്പിനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങി, ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി. വൺ ബൈ വൺ ദേ ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ സ്മെല്ല് കിട്ടി ഓരോരുത്തരായിട്ട് അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി. ഇസ് ദ സൂപ്പ് റെഡി ആസ്ക്ഡ് ദ വില്ലേജേഴ്സ്. സൂപ്പ് റെഡി ആയോ എന്ന് വില്ലേജേഴ്സ് ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ് സെഡ് ദ യങ് ട്രാവലർ. ഇല്ല, ഇപ്പോഴേ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. ദ സൂപ്പ് ഈസ് ഗുഡ് ബട്ട് എ ക്യാരറ്റ് ഓർ സൂ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. സൂപ്പ് വളരെ നല്ലതാണ്, പക്ഷെ ഒന്നോ രണ്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിയർ ആവുമെന്ന് ട്രാവലർ പറഞ്ഞു. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ സെഡ് എ യങ് ലേഡി. ഞാൻ എന്റെ തോട്ടത്തിൽ പോയിട്ട് കുറച്ച് ക്യാരറ്റ്സ് പറിച്ചു കൊണ്ടുവരാമെന്നൊരു അധികം പ്രായമില്ലാത്തൊരു യങ് ആയിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞു. ഷീ പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൻസ് ഹൗസ്. അവർ ഓടിപ്പോയിട്ട് ആ ഗാർഡനിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് പറിച്ചു കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ദെൻ ഷി ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. എന്നിട്ട് അത് മെല്ലെ നുറുക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ഈ സൂപ്പിലേക്ക് ഇട്ടു. ദ ട്രാവലർ സ്റ്റിഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ട്രാവലർ നമ്മുടെ സൂപ്പ് എന്ത് ചെയ്തു, വീണ്ടും വട്ടത്തിൽ ഇങ്ങനെ ഇളക്കാനായിട്ട് തുടങ്ങി. ആസ് ഹി സ്റ്റിഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അങ്ങനെ സ്റ്റിർ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ 1. വാട്ട് ഹാപ്പൻ വെൻ ദ സൂപ്സ് അരോമ സ്പ്രെഡ്? സൂപ്പിന്റെ മണം അവിടെ ആകെ സ്പ്രെഡ് ആയപ്പോ, പരന്നപ്പോ എന്ത് സംഭവിച്ചു? വൺ ബൈ വൺ ദ വില്ലേജേഴ്സ് ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ ഓഫ് ദ സൂപ്പ്. ഓരോരുത്തരായിട്ട്, വില്ലേജിലുള്ള ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ഈ മണം പിടിച്ചു വരാനായിട്ട് തുടങ്ങി. ക്വസ്റ്റ്യൻ 2. ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു? അങ്ങനെ ഗാർഡനിൽ എത്തിയ സമയത്ത് ആ സ്ത്രീ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക? ദ ലേഡി പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹർ ഗാർഡൻ. ആ സ്ത്രീ അവളുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്സ് എടുത്തു കൊണ്ടുവന്നു.
ദ ഹാപ്പിനെസ്, സന്തോഷം. ഇസ് ദ സൂപ്പ് റെഡി ആസ്ക്ഡ് അനദർ വില്ലേജർ. ഇപ്പോൾ സൂപ്പ് റെഡി ആയോ എന്ന് വേറൊരു വില്ലേജർ ചോദിച്ചു. ഓ നോ, നോട്ട് യെറ്റ് സെഡ് ദ യങ് ട്രാവലർ. ഇല്ല, ഇപ്പോഴും റെഡി ആയിട്ടില്ല. ദിസ് സൂപ്പ് ഇസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. ഈ സൂപ്പ് നല്ല ഡെലീഷ്യസ് ആണ്. എന്താണ്, ചിക്കൻ ഉണ്ടെങ്കിൽ, കുറച്ച് ചിക്കൻ ഇറച്ചി കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, കുറച്ചുകൂടെ ബെറ്റർ ആവും. ഹിയറിംഗ് ദിസ് an old farmer went to his house and brought a chicken. ഇത് കേട്ടപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരു ഫാർമർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് കൊണ്ടുവന്നു. The old woman and the traveler cut the chicken and put it into the pot along with the carrots, the onions and the soup stone. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു, നമ്മുടെ വൃദ്ധയായിട്ടുള്ള ഓൾഡ് സ്ത്രീ ഉണ്ടല്ലോ, ഓൾഡ് ലേഡി, അവരും ട്രാവലറും കൂടിയിട്ട് ചിക്കനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഈ ക്യാരറ്റിന്റെയും ബീൻസിന്റെയും ഒനിയന്റെയും ഒക്കെ കൂടെ എന്ത് ചെയ്തു, ഈ പോട്ടിലേക്ക് അതിട്ടു. ഫൈനലി ദ യങ് ട്രാവലർ സ്പ്രിങ്കിൾഡ് സ്പൈസസ് ഇൻ ടു ദ പോട്ട്. അവസാനമായിട്ട് ഈ ട്രാവലർ എന്ത് ചെയ്തു, കുറച്ച് സ്പൈസസ്, നമ്മുടെ എരിവിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ, മസാലപ്പൊടികളൊക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു, വിതറി കൊടുത്തു. ഹി സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. അദ്ദേഹം സൂപ്പ് വട്ടത്തിൽ വീണ്ടും വീണ്ടും ഇളക്കി. ആസ് ഹി സ്റ്റിഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. ഇങ്ങനെ സ്റ്റിർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പതുക്കെ ഒരു മൂളിപ്പാട്ട് പാടി. താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ? അവർ ചിക്കനും കൊണ്ട് എന്താണ് ചെയ്തത്? The old woman and the traveler cut the chicken and put it into the pot along with the carrots, onions and the soup stone. സ്ത്രീയും ഓൾഡ് ലേഡിയും അതുപോലെ ട്രാവലറും കൂടെ ചേർന്നിട്ട് ചിക്കനെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഓണിയൻസിന്റെയും ക്യാരറ്റ്സിന്റെയും അതുപോലെ നമ്മുടെ സ്റ്റോണിന്റെയും കൂടെ ഈ സ്റ്റോൺ സൂപ്പിലേക്ക്, ആ പോട്ടിലേക്ക് അതും ഇട്ടു. The tasty soup. After a few minutes, the villagers asked, "Is the soup ready?" അങ്ങനെ ചിക്കൻ ഇട്ട് ഇളക്കി കഴിഞ്ഞ ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വില്ലേജേഴ്സ് ചോദിച്ചു, എന്തോ സൂപ്പ് റെഡി ആയോ എന്ന് ചോദിച്ചു. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് സെഡ് ദ യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്സ്. ഇത് നല്ല മണവും നല്ല സ്വാദുമാണ് എന്ന് പറഞ്ഞിട്ട് ട്രാവലർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ചുണ്ടിങ്ങനെ ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു, ടേസ്റ്റ് കൊണ്ട്. നൗ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ് ഹി അനൗൺസ്ഡ്. ഇപ്പോൾ നമ്മുടെ സൂപ്പ് വിളമ്പാന് തയ്യാറായിട്ടുണ്ട് എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു. ദ ഓൾഡ് വുമൺ ഹറിഡ് ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. അപ്പോൾ നമ്മുടെ ഈ സ്ത്രീ എന്ത് ചെയ്തു, അകത്തേക്ക് പോയിട്ട് കുറച്ച് ബൗൾസ് എടുത്തു കൊണ്ടുവന്നു. എന്തിനാണ്? സൂപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആളുകളുണ്ട് അല്ലേ, അപ്പൊ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബൗൾസ് എടുത്തു കൊണ്ടുവന്നു. ദ യങ് ട്രാവലർ പുട്ട് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ പോട്ട്, ക്ലീൻഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. ട്രാവലർ എന്ത് ചെയ്തു, ആ ഈ പോട്ടിൽ ഉണ്ടായിരുന്ന സ്റ്റോണ്, കല്ല്, അദ്ദേഹം ആദ്യം ഇട്ട കല്ലുണ്ടല്ലോ, ആ കല്ല് പുറത്തേക്ക് എടുത്തു. അതൊന്നുകൂടെ വൃത്തിയാക്കി കഴുകിയിട്ട് എന്ത് ചെയ്തു, തന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ദെൻ ദ ട്രാവലർ poured the soap into the bowls on the table. എന്നിട്ട് ബാക്കിയുള്ള സൂപ്പ് എന്ത് ചെയ്തു, ഈ ടേബിളിൽ വെച്ച ബൗളുകളിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തു. ദ വില്ലേജേഴ്സ് ടേസ്റ്റഡ് ദ സൂപ്പ് ആൻഡ് എക്സ്ക്ലൈംഡ്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്. വില്ലേജേഴ്സ് അതെന്ത് ചെയ്തു, അത് രുചിച്ച് നോക്കിയിട്ട് ആശ്ചര്യത്തോട് കൂടിയിട്ട് പറഞ്ഞു, എന്ത്, ഇത് ശരിക്കും വളരെ സ്വാദിഷ്ടമാണ് എന്ന് പറഞ്ഞു. Question നോക്കൂ. Pick out the sentences which show that the soup is very tasty. സൂപ്പ് വളരെ ടേസ്റ്റിയാണ് എന്ന് മെൻഷൻ ചെയ്യുന്ന സെന്റൻസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഉണ്ട്. ഒന്ന് നോക്കൂ. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് സെഡ് ദ യങ് ട്രാവലർ ലിക്കിംഗ് ഹിസ് ലിപ്സ്. ഇത് വളരെ നല്ല മണവും നല്ല സ്വാദുമാണ് എന്ന് ട്രാവലർ പറഞ്ഞ ആ ഭാഗം. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ്, ഇത് വളരെ സ്വാദിഷ്ടമാണ് എന്ന് നാട്ടുകാർ, വില്ലേജേഴ്സ് പറഞ്ഞ ആ പാർട്ട്. ഈ 2 സെന്റൻസസ് ആണ് സൂപ്പ് നല്ല ടേസ്റ്റിയാണെന്ന് മെൻഷൻ ചെയ്യുന്ന സെന്റൻസുകൾ. ദ റിയലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? തിരിച്ചറിവ്. We would also like to make the soup. Where can we get such a magic stone? Asked a villager. ഞങ്ങൾക്കും ഇതുപോലെയുള്ള സൂപ്പ് ഉണ്ടാക്കാനായിട്ട് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾ ഇട്ട ആ സ്റ്റോണ്, ആ മാജിക് സ്റ്റോണ് കിട്ടുക എന്ന് ഒരു വില്ലേജർ ചോദിച്ചു. The traveler smiled and took the stone out of his pocket and said. എന്നിട്ട് അത് കേട്ടപ്പോൾ ട്രാവലർ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ആ സ്റ്റോണ് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് പറഞ്ഞു, ലുക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. നോക്ക്, ഇത് വെറും ഒരു സാധാരണ, ഓർഡിനറി എന്ന് വെച്ചാൽ സാധാരണ കല്ലാണ്. The soup tasted good because of all the yummy vegetables and chicken you shared. ഈ സൂപ്പ് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവാൻ കാരണം ഈ സ്റ്റോൺ അല്ല, പകരം നിങ്ങൾ എല്ലാവരും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത വെജിറ്റബിൾസും ചിക്കനും ഒക്കെയാണ്. നിങ്ങൾ ഷെയർ ചെയ്ത ഈ വെജിറ്റബിൾസും ചിക്കനും കൊണ്ടാണ് സൂപ്പ് ടേസ്റ്റ് ആയത്. The villagers were surprised. അത് കേട്ടപ്പോൾ വില്ലേജേഴ്സ് ആകെ സർപ്രൈസ്ഡ് ആയി. The making of the soup brought the villagers together. ഈ സൂപ്പിന്റെ
ഉണ്ടാക്കൽ കൊണ്ട് ഈ സൂപ്പ് എന്താണ് മേക്ക് ചെയ്തതോട് കൂടിയിട്ട് വില്ലേജേഴ്സ് എന്തായിട്ടുണ്ട് അവരെ ഒരുമിച്ച് ചേർക്കാൻ കൂട്ടിച്ചേർക്കാൻ ടുഗെദർ ആക്കാൻ വേണ്ടിയിട്ട് ഈ സൂപ്പിന് സാധിച്ചിട്ടുണ്ട്. കാരണം അങ്ങായിട്ട് കഴിഞ്ഞിരുന്ന തീരെ ഫ്രണ്ട്ലി അല്ലാതിരുന്ന ആളുകൾ പരസ്പരം വരാനും സംസാരിക്കാനും അവരുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനും ഒക്കെ തുടങ്ങി അല്ലേ. From that day onwards, they shared their food and lived happily even after. അന്നു മുതൽ അവരവരുടെ ഫുഡൊക്കെ പരസ്പരം ഷെയർ ചെയ്യാനും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ ജീവിക്കാനും തുടങ്ങി. അപ്പൊ മനസ്സിലായല്ലോ മക്കളെ, ഷെയറിങ് മേക്സ് ഹാപ്പിയർ അല്ലെ. നമ്മൾ എന്തിനും ഷെയർ ചെയ്യുമ്പോഴാണ്, പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് എന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ 1. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജസ്? വൈ ഡു യു തിങ്ക് സോ? ഈ ട്രാവലർ വില്ലേജേഴ്സിന്റെ ഇടയിൽ ഒരു ട്രിക്ക് പ്രയോഗിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്, ദ ട്രാവലർ ഡിഡ് പ്ലേ എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്. യെസ്, ഉണ്ട് അല്ലേ. കാരണം അദ്ദേഹം ഒരു ഓർഡിനറി കല്ലുകൊണ്ടാണ് അവരെ യൂണൈറ്റ് ചെയ്യിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. ക്വസ്റ്റ്യൻ 2. വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ടീച്ചസ് അസ്? ഈ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് എന്നുള്ള ഈ സ്റ്റോറി നമ്മെ പഠിപ്പിക്കുന്ന ലെസൺ എന്താണ്? The story, The Stone Soup, teaches us that by working together and sharing what we have, we can achieve great things and overcome challenges. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് ഷെയർ ചെയ്യുകയും അതുപോലെ ടുഗെദർ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനും ഹാപ്പിനെസ് കണ്ടെത്താനും അതുപോലെ പല ചാലഞ്ചസും പല വെല്ലുവിളികളെയും നേരിടാനും ഒക്കെ സാധിക്കുന്നത്. ഈ ലെസണാണ് ഈ സ്റ്റോറി നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് കൂടെ നോക്കാം. ആക്ടിവിറ്റി 1. മാച്ച് ദ ഫോളോയിങ്. ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദെയർ ആക്ഷൻസ് ഫ്രം ദ സ്റ്റോറി. നമുക്കിവിടെ 4 ക്യാരക്ടേഴ്സിന് തന്നിട്ടുണ്ട്. ഈ 4 ക്യാരക്ടേഴ്സും കഥയിലുള്ള ഓരോ ക്യാരക്ടേഴ്സാണ്. പിക്ചേഴ്സിൽ മക്കൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവർ ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് തൊട്ടപ്പുറത്തുള്ള കോളത്തിൽ തന്നിട്ടുണ്ട്. അത് ആരൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതിന് നേരെ മാർക്ക് ചെയ്യാനിട്ടോ പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യത്തെ നോക്കൂ, ഒരു ഓൾഡ് ലേഡിയാണ്, പിന്നെ അതുപോലെ ഓൾഡ് മാൻ ആണ്, പിന്നെ ഒരു യങ് വുമൺ, യങ് മാൻ. ഓക്കെ, ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആഡഡ് ക്യാരറ്റ്സ്. ആദ്യം ക്യാരറ്റ് ആഡ് ചെയ്തത് ആരാണ് മക്കളെ? യങ് ലേഡിയാണ് അല്ലേ. ഗാർഡനിൽ പോയിട്ട് പറിച്ചു കൊണ്ടുവന്ന് ക്യാരറ്റ് ആഡ് ചെയ്തത് യങ് ലേഡിയാണ്. പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട്. ഒരു സ്റ്റോണ് പോട്ടിലേക്ക് ഇട്ടു, അത് നമുക്കറിയാം യങ് ട്രാവലറാണ്. ദെൻ ബ്രോട്ട് ചിക്കൻ കൊണ്ടുവന്നത് ഓൾഡ് മാൻ ആണ്. പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ. പോട്ട് അടുപ്പിൽ വെച്ചത് അല്ലെങ്കിൽ തീക്ക് മേലെ വെച്ചത് ഓൾഡ് ലേഡിയാണ്. ആക്ടിവിറ്റി 2. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. ദ ട്രാവലർ സെഡ്. റീഡ് ദ എക്സ്പ്രഷൻ അണ്ടർലൈൻഡ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിങ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബോക്സ്. എന്താണ്? ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിവിടെ ആസ് ടേസ്റ്റി ആസ് എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടോ. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കുറച്ച് എക്സ്പ്രഷൻസും അതുപോലെ കുറച്ച് വേർഡ്സും തന്നിട്ടുണ്ട്. അതിന് സ്യൂട്ട് ചെയ്യുന്ന വേർഡ്സ് ഇതുപോലെ ഫിൽ ചെയ്തിട്ട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ്സ് ക്ലിയർ എന്ന് വെച്ചാൽ തെളിഞ്ഞത്, പിന്നെ സ്ലോ പതുക്കെ, ബിസി തിരക്ക്, ടോൾ നീളമുള്ളത്, കോൾഡ് തണുപ്പ്. ഇത്രയാണ്. നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കൂ. ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡാഷ് ആസ് എ ജിറാഫ്. സർക്കസിലുള്ള ആള് ജിറാഫിനെ പോലെ അത്രയും ടോളാണ്, നീളമുണ്ട് അല്ലേ. ജിറാഫിന്റെ പ്രത്യേകത എന്താണ്? ജിറാഫ് നല്ല ടോളാണ്. അപ്പോൾ ആസ് ജിറാഫ് എന്ന് പറയുമ്പോൾ, ആസ് എ ജിറാഫ് എന്ന് പറയുമ്പോൾ ഇയാളും എന്തായിരിക്കും? ജിറാഫിനെ പോലെ ടോളായിരിക്കും. ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ടോൾ ആസ് എ ജിറാഫ്. 2. ദ ടീച്ചർ ഈസ് ആസ് ഡാഷ് ആസ് എ ബി. ഒരു തേനീച്ചയെ പോലെ ടീച്ചറും ബിസിയാണ്. ദ ടീച്ചർ ഈസ് ആസ് ബിസി ആസ് എ ബി. 3. ദ വാട്ടർ ഫ്രം ദ വാട്ടർഫോൾ ഈസ് ആസ് ഡാഷ് ആസ് ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിനെ പോലെ, ഒരു കല്ലിനെ പോലെ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കല്ലെന്ന് പറയില്ലേ, അതുപോലെ ക്ലിയർ ആണ് നമ്മളുടെ വാട്ടർഫോളിലെ വെള്ളം, തെളിഞ്ഞതാണ്. അപ്പോൾ ക്ലിയർ എന്നാണ് വരിക. ദ വാട്ടർ ഫ്രം ദ വാട്ടർഫോൾ ഈസ് ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ. മൂന്നാമത്തെ നോക്കൂ. മൂന്നാമത്തെ നമ്മളിപ്പോൾ എഴുതിയത് 4. ദ കേക്ക് ഈസ് ആസ് ഡാഷ് ആസ് ഐസ്. ഐസിനെ പോലെ കേക്ക് എന്താണ്? ഐസിന്റെ പ്രത്യേകത എന്താണ്? കോൾഡ് ആണ് അല്ലേ, തണുപ്പാണ്. ദ കേക്ക് ഈസ് ആസ് കോൾഡ് ആസ് ഐസ്.
5. The tortoise is as dash as a snail. ഒരു ഒച്ചിനെ പോലെ പതുക്കെയാണ് ടോട്ടോയിസും. അപ്പൊ സ്ലോ എന്നാണ് പതുക്കെ. The tortoise is as slow as a snail. Activity 3. Read the following passage. Rewrite the passage using other words from the text box for the underlined ones. നമുക്കിവിടെ ഒരു പാസേജ് വന്നിട്ടുണ്ട്. അതിൽ ചില വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ മീനിങ് ആയി വരുന്ന ചില വേർഡ്സ് നമ്മൾ പഠിച്ച നമ്മുടെ സ്റ്റോൺ സൂപ്പ് എന്നുള്ള ആ കഥയിലുണ്ട്. അപ്പോൾ ആ വേർഡ്സ് ഏതൊക്കെയാണോ അത് അണ്ടർലൈൻ ചെയ്ത വേർഡിന് പകരമായിട്ട് ഇട്ടിട്ട് ഇത് പാസേജ് റീറൈറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് വേർഡ്സ് നോക്കാം. One day, a traveler arrived at a village. അപ്പം അറൈവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? എത്തി. അപ്പം അതിന് പകരം യൂസ് ചെയ്തിട്ടുള്ളത് റീച്ച്ഡ് എന്നാണ്. റീച്ച്ഡ് അറ്റ് എ വില്ലേജ്. ഹി വാസ് വെരി ടയേർഡ് ആഫ്റ്റർ ദ ലോങ് ജേണി. അദ്ദേഹം ജേണിക്ക് ശേഷം വളരെ ടയേർഡ് ആയിരുന്നു. അപ്പം അതിന് പകരം യൂസ് ചെയ്ത വേർഡ് വെരി എക്സോസ്റ്റഡ് എന്നാണ്. ഹി വാസ് വെരി എക്സോസ്റ്റഡ് ആഫ്റ്റർ ദ ലോങ് ജേണി. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓൾഡ് വുമൺ ആൻഡ് ദ വില്ലേജേഴ്സ്. അദ്ദേഹം ഒരു ഓൾഡ് വുമൻ്റെയും വില്ലേജേഴ്സിൻ്റെയും ഹെൽപ്പോട് കൂടിയിട്ട് ഒരു സ്റ്റോൺ സൂപ്പ് ഉണ്ടാക്കി. ദ സൂപ്പ് വാസ് ഡെലീഷ്യസ്. The soup was tasty. Okay, tasty. They enjoyed the soup. One of the villagers asked the travel for such a stone. വില്ലേജിൽ ഒരാൾ ആ സ്റ്റോണിനെ പോലെ മറ്റൊരു സ്റ്റോണിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. Then the traveler said that it is just a normal stone. അപ്പോൾ ട്രാവലർ പറഞ്ഞു ഇത് ഒരു നോർമൽ ആയിട്ടുള്ള സാധാരണത്തെ ഒരു കല്ലാണ്. അപ്പോൾ നോർമൽ എന്നതിന് പകരം യൂസ് ചെയ്തത് ഓർഡിനറി എന്നാണ്. Then the traveler said that it is just an ordinary stone. നമുക്ക് റീറൈറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം പാസേജ്? One day, a traveler reached at a village. He was very exhausted after the long journey. He made stone soup with the help of an old woman and the villagers. The soup was tasty. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that it is just an ordinary stone. Activity 4. It smells good. It tastes good. It smells good and taste. ഇപ്പോൾ രണ്ട് സെൻറ്റൻസസിനെ ഫുൾ സ്റ്റോപ്പ് മാറ്റി അതിന് പകരം ആൻഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ട് ഒറ്റ വലിയ സെൻറ്റൻസ് ആക്കി മാറ്റി അല്ലേ. ഇറ്റ് സ്മെല്ലെന്നും ടേസ്റ്റ് ഗുഡ് എന്നും രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് എന്നാക്കി മാറ്റി. ഹിയർ ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. കമ്പൈൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ആൻഡ്. അപ്പം അതുപോലെ താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് 2 വീതം തന്നിട്ടുണ്ട്. അതിനൊക്കെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തേത് നോക്കൂ. ഐ വിൽ ഗോ. ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. അപ്പം ഇവിടെ എങ്ങനെ വരാം? ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. A young traveler had been walking all the day. He reached a small village. A young traveler had been walking all the day and he reached a small village. The soup is delicious. The soup is fulfilling. The soup is delicious and fulfilling. He drank the soup. He continued his journey. He drank the soup and continued his journey. He was very hungry. He was exhausted. He was very hungry and exhausted. Activity 5. Read and enjoy. Read the story of Hannah's fun summer adventure with cherries. ഹന്നയുടെ ഒരു ഡയറിയാണ് കേട്ടോ അവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ഹന്ന ഒരു സമ്മർ അഡ്വഞ്ചർ പോയ സമയത്തുള്ളത് ചെറിയെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഇവിടെ വേർഡിന് പകരം ചില വേർഡ്സിന് പകരം അവർ പിക്ചേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പിക്ചർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വേർഡായിട്ട് പറഞ്ഞിട്ട് ഈ സ്റ്റോറി കംപ്ലീറ്റ് വായിച്ചു കൊടുക്കാം. One summer day, Hannah was playing in her room. Her father came home with a car full of cherries. Hannah's parents took the cherries out of the car and put them in the fridge. Hannah decided to build a big house by putting the cherries together on the floor. Then she took 2 cherries and made 2 earrings for herself. She saw a plant by the window. She brought the cherries and hung them on its leaves. The plant was so beautiful that Hannah brought a camera to take a photo. Hannah distributed the cherries to all her neighbors. The neighbors gifted different fruits to Hannah.
Now Hannah's fridge was full of different delicious fruits. Okay. Activity 6. I have chicken, said an old farmer. Now look at the pictures below. നമ്മുടെ സ്റ്റോറിയിൽ ഒരു ഓൾഡ് ഫാമർ പറയുന്നുണ്ട് ഐ ഹാവ് ചിക്കൻ, എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ട്, എനിക്ക് ചിക്കൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള സെന്റൻസ് നോക്കൂ. ഫസ്റ്റ് നീത, ഇത് എന്താ പറയുന്നത്? ഐ ആം നീത, ഐ ഹാവ് എ ട്രൈസിക്കിൾ, എനിക്കൊരു ട്രൈസിക്കിൾ ഉണ്ട്. നീത പറയാണ് ഐ ഹാവ്. ഓക്കെ, ഇനി നോക്കൂ അടുത്തയാള്. ദിസ് ഇസ് മൈ ഫ്രണ്ട് മിയ, ഷീ ഹാസ് എ പപ്പി. ഇത് എൻ്റെ ഫ്രണ്ട് മിയയാണ്, അവൾക്കൊരു പപ്പി ഉണ്ട്. അപ്പൊ ഇവിടെ ഹാവ് അല്ല, പകരം ഹാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഷീ ഹാസ് എ പപ്പി. പിന്നെ പറയുന്നത് നോക്കൂ. ദിസ് ഈസ് പൽ, ഹി ഹാസ് എ ക്യാമറ. പല്ലിന് എന്തുണ്ട്? ഒരു ക്യാമറ ഉണ്ട്. അപ്പൊ ഇവിടെയും ഹാവ് അല്ല, ഹാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത നോക്കൂ. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വി ഹാവ് ഫ്ലവേഴ്സ്, ഞങ്ങളുടെ കയ്യിൽ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഹാവ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അവസാനത്തെ നോക്കൂ. ദേ ആർ കസിൻസ്, അവര് കസിൻസ് ആണ്. ദേ ഹാവ് ബുക്സ് ഇൻ ദെയർ ഹാൻഡ്സ്, അവരുടെ കയ്യിൽ ബുക്സ് ഉണ്ട്. അപ്പോൾ ചില വേർഡ്സിന് മുന്നേ ഹാവ്, ചിലതിന് മുന്നേ ഹാസ്. അങ്ങനെ രണ്ടെണ്ണം യൂസ് ചെയ്യും എന്ന് മക്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. നമുക്ക് ആദ്യം ഹാവും ഹാസും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാസ് യൂസ് ചെയ്യുക സിംഗുലർ ആയിട്ടുള്ള നൗൺസ് ഉണ്ടാവുന്ന സമയത്താണ്. അതായത് ഒരാൾ ഉണ്ടാവുന്ന സമയത്ത്. ഒരാളെന്ന് പറഞ്ഞാൽ എല്ലാതും നൗൺസ് എന്താ പറയുക, സിംഗുലർ അല്ല കേട്ടോ. ഇപ്പോൾ ഒരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ട് അയാൾ മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ, അതുപോലെ ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി, സംബഡി, നോബഡി തുടങ്ങിയിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുക. ഇനി ഹാവ് യൂസ് ചെയ്യുക ഐ, ഞാൻ, യു, നീ, ദേ, അവർ, വി, നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഐ, യു, ദേ, വി. അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി. ഐ, യു, ദേ, വി. ഓക്കെ, ഇങ്ങനെയുള്ളതിന് ഇങ്ങനെയുള്ളതാണ് വന്നിട്ടുള്ളെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ രണ്ടാളുകൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് പേരുകൾ. ഇപ്പോൾ അനു ആൻഡ് അമ്മു, അതുപോലെ അരുൺ ആൻഡ് അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് യൂസ് ചെയ്യുക? ഹാവ് ആണ് യൂസ് ചെയ്യുക. ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് ഓർ ഹാസ്. താഴെ തന്നിട്ടുള്ള പാസേജ് ഹാവോ ഹാസോ സ്യൂട്ടബിൾ ആയിട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഐ ഡാഷ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എവറി ഡേ. അപ്പോൾ ഐ എന്നുള്ളത് നമ്മൾ പറഞ്ഞു പ്ലൂറലാണ്. ഐ ഹാവ്, ഐ എന്ന് പറയുന്നത് ഒരാളുണ്ടെങ്കിലും, ഞാൻ എന്ന് പറയുന്നത് ഒരാളുണ്ടെങ്കിലും അത് പ്ലൂറൽ കാറ്റഗറിയിലാണ് കേട്ടോ പെടുത്തിയിട്ടുള്ളത്. സോ അതുകൊണ്ട് ഐ ഹാവ്. വി ഡാഷ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡീസ് സ്ട്രോങ്. അപ്പൊ ഇവിടെ വി എന്നുള്ളത് നമ്മൾ അറിയാം, ഐ, യു, ദേ, വി പ്ലൂറലാണ്. വി ഹാവ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡീസ് സ്ട്രോങ്. My friend Mia dash a superpower because she drinks lots of water. My friend Mia, എൻ്റെ ഫ്രണ്ട് മിയ, ഒരാളേ ഉള്ളൂ. അപ്പോൾ അവിടെ ഹാസ് ആണ് വരിക. My friend Mia, he has a superpower because she drinks lots of water. My brother Pal, a good habit of going to bed early. അപ്പോൾ പൽ എന്ന് പറയുന്നതും എന്താണ്? ഒരാളാണ്. എൻ്റെ ബ്രദർ പൽ ഒരാളാണ്. അപ്പോൾ മൈ ബ്രദർ പൽ ഹാസ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി. ദേ ഡാഷ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സസ് മേക്ക് us ഫീൽ ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ്. അപ്പം ദേ എന്ന് പറയുന്നത് എന്താ മക്കളെ? പ്ലൂറലാണ്. ദേ ഹാവ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സസ് മേക്ക് us ഫീൽ ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ്. അടുത്ത ആക്ടിവിറ്റി 7 അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? പരസ്യം. ക്ലിക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പിക്ചർ നോക്കൂ. JSR ഫ്രൂട്ട് ഷോപ്പ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് ആൻഡ് ഡെലീഷ്യസ്. ഷോപ്പ് നമ്പർ 12 മാർക്കറ്റ് റോഡ്, പാലക്കാട്. ഒരു ഷോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. The villagers learned that sharing food is important. They decided to set up a free food corner in the village. They wanted everyone to know about it. Make an advertisement for the opening of a free food corner. Prepare a digital advertisement for the same. വില്ലേജേഴ്സിന് എന്ത് മനസ്സിലായി? ഫുഡ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ മനസ്സിലായി. അവരെന്ത് വിചാരിച്ചു? അവരൊരു ഫ്രീ ആയിട്ടൊരു ഫുഡ് കോർണർ വില്ലേജിൽ ഉണ്ടാക്കണം എന്ന് ഡിസൈഡ് ചെയ്തു.
അപ്പം അതിനെ പറ്റി എല്ലാവരിലേക്കും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു അഡ്വർടൈസ്മെന്റ് പ്രിപ്പയർ ചെയ്യാണ്. അതെങ്ങനെയായിരിക്കുമെന്ന് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രീ ഫുഡ് കോർണർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാതരം ഫുഡ്സും അതിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഫ്രീ ഫുഡ് കോർണർ എന്ന് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക. 4 ഡെലീഷ്യസ് ഫുഡ്സ് വിത്തൗട്ട് മണി, പണമില്ലാതെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് ചെറിയൊരു സബ് ഹെഡിങ് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലായിടത്തുമായിട്ട് ഒരുപാട് ഫുഡ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് വരച്ച് ചേർക്കാവുന്നതാണ്. പിക്ചേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഓരോ ഫുഡ്സിൻ്റെ ഒക്കെ പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. പിന്നെ എവിടെയാണ് പ്ലേസ് എന്ന് എഴുതണം അല്ലേ. നിയർ AMLP സ്കൂൾ, കറുവക്കുന്ന്. അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 8, ലെറ്റ്സ് മേക്ക് എ കേക്ക്. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്? നിങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കാൻ അറിയോ? ഹിയർ ആർ ദ സ്റ്റെപ്സ് ടു മേക്ക് എ കേക്ക്. ഇവിടെ നമുക്ക് കേക്ക് ഉണ്ടാക്കേണ്ട സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ കറക്റ്റ് ഓർഡർ ടു മേക്ക് എ ഡെലീഷ്യസ് കേക്ക്. ഈ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ കറക്റ്റ് ഓർഡർ എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഡിസോർഡർ ആയാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതി കൊടുക്കുക. ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ടേക്ക് 3 cups of flour, 3 eggs, sugar, milk and half cup of butter. Decorate the cake. Pour out the dough. Add some milk and butter to the mixture. Bake the cake in the oven. Add eggs. Mix the flour. ഇനി എങ്ങനെയാണ് മക്കളെ വരിക? ടേക്ക് 3 cups of flour, 3 eggs, sugar, milk and half cup of butter. ആദ്യം 3 കപ്പ് പൊടിയും 3 മുട്ടയും ഷുഗറും മിൽക്കും കുറച്ച് ബട്ടറും എടുക്കുക. ആഡ് എഗ്സ്, ആദ്യം 3 മുട്ട ചേർക്കുക. ആഡ് ഷുഗർ, മിൽക്ക്, ബട്ടർ ടു ദ മിക്സ്ചർ. മിക്സ്ചറിലേക്ക് കുറച്ച് ഷുഗറും മിൽക്കും ബട്ടറും ചേർക്കുക. മിക്സ് ദ ഫ്ലോർ, എന്നിട്ട് കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പോർ ഔട്ട് ദ ഡോ, എന്നിട്ട് ആ ഡോ പാത്രത്തിലേക്ക് ഒഴിക്കുക. ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ, കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഡെക്കറേറ്റ് ദ കേക്ക്, അവസാനം കേക്ക് എടുത്ത ശേഷം അത് ഡെക്കറേറ്റ് ചെയ്യുക. ആക്ടിവിറ്റി 9 നോക്കൂ. അൺസ്ക്രാമ്പിൾ ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. നമുക്ക് താഴെ സ്റ്റോറിയിലെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇത് ഡിസോർഡർ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഓരോ ആൽഫബറ്റും തന്നിട്ടുള്ളത്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതിയിട്ട് വേർഡ് ഏതാണെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വേർഡ് നോക്കൂ, സ്മോൾ എന്നാണ് വേർഡ്. സെക്കൻഡ് വേർഡ് കോട്ടേജ്. തേർഡ് വേർഡ് നത്തിങ്. ഫോർത്ത് ട്യൂൺ. ഫിഫ്ത്ത് ഹംഡ്. ആറാമത്തേത് ഡെലീഷ്യസ്. ദെൻ ഒനിയൻ. പിന്നെ എട്ടാമത്തേത് യങ്. ഒൻപതാമത്തേത് പോക്കറ്റ്. ഇങ്ങനെയാണ് വരുന്നത്. സെലക്ട് ദ ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദ റെഡ് ബോക്സസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ഇനി ഇതിൽ ഓരോന്നിലും റെഡ് ബോക്സിൽ വന്നിട്ടുള്ള ലെറ്റേഴ്സ് കൂട്ടി വെച്ചിട്ട് താഴെ ഉള്ള ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റെഡ് ബോക്സിൽ വന്ന ലെറ്റേഴ്സ് എഴുതി നോക്കൂ മക്കളെ. STONESOUP, അതായത് സ്റ്റോൺ സൂപ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. ചാപ്റ്ററും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസും സൈഡ് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്